സ്നേഹമുള്ളവർ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കൂ, ഈ മക്കാന കൊണ്ടുള്ള ഒരു റായിക്ക, അത് സലാഡ്. മക്കാന എന്ന് പറഞ്ഞാൽ എത്ര നല്ലതാണുള്ളത്, ഏറ്റവും നല്ല, അതായത് വൈറ്റമിൻസും, പിന്നെ അത് മാത്രമല്ല ഏറ്റവും അധികം ശക്തി നൽകുന്നു, അതുപോലെ ഏറ്റവും അധികം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത്. അതുപോലെ നമുക്ക് വിശക്കുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി. പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാം, എല്ലാവർക്കും ഇത് കഴിക്കാം. തടി, അതായത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഇത് നല്ലതാണ്. ഭക്ഷണം കുറച്ച് കഴിക്കും, ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇതുകൊണ്ടുള്ളൊരു സലാഡാണ് നമ്മൾ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഈ മക്കാന ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പാക്കാൻ പറ്റും. ഫ്രൈ ചെയ്ത് ക്രിസ്പാക്കി അതിൽ കുറച്ച് ചാട്ട് മസാലയും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റുള്ള ഒരു സാധനം വേറെ ഒന്നുമില്ല. അത് കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലതാണത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് എന്താ ചെയ്യണമെന്ന്, കുറച്ച് ഉപ്പിടുക കേട്ടോ. കുറച്ച് ഉപ്പിട്ടു, അധികം ഉപ്പിടില്ല, കുറച്ച് ഇട്ടാൽ മതി. ഏകദേശം അതിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ടത്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് മക്കാന കേട്ടോ വറുക്കും. കുറച്ച് ഞാൻ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. നെയ്യിൽ വറുത്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. ബട്ടറിൽ വറുത്തെടുത്താലും നല്ല സ്വാദാണ് കേട്ടോ. വറുത്താൽ ക്രിസ്പാവും. ഇത് വളരെ വിശപ്പിന് ഏറ്റവും ബെസ്റ്റാണ് ഈ മക്കാന. വിശപ്പുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും അധികം വാരി കഴിക്കില്ല, അധികം കാർബോഹൈഡ്രേറ്റ്സ് കുട്ടികൾ കഴിക്കില്ല. ഇത് കൊടുത്താൽ മതി കുട്ടികൾക്ക് സ്നാക്സായിട്ട് 4 മണിക്ക് സ്കൂളിൽ വിട്ട് വരും. വളരെ നല്ല ഒരു ഈ കുറച്ചിട്ട് വറക്കും. നോക്കൂ, അപ്പം അതിൻ്റെ നിറമൊക്കെ മാറി, മക്കാനയുടെ നിറം ഒന്ന് മാറി ബ്രൗൺ കളർ വന്നത് മകളെ നോക്കുക, കടിച്ചു നോക്കും. കണ്ടോ കണ്ടോ, കടിച്ച് ക്രിസ്പായി. ആ സമയമാകുമ്പോൾ നമുക്കത് വാങ്ങാം. നല്ല ക്രിസ്പായി അതിനെ വാങ്ങിയിട്ട് ഇത് പ്ലേറ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് സലാഡിൻ്റെ പരിപാടി. പച്ചമുളക് അരിഞ്ഞു, മഖാന ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്, തൈര് എടുക്കണം. തൈര് എടുത്തിട്ട് അതിനെ നമുക്ക് ബീറ്റ് ചെയ്യണം. അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് അതിനെ ബീറ്റ് ചെയ്യാം. ഇതിൻ്റെ കട്ടകൾ മാറ്റി. ഇനി ഇതിൽ തക്കാളി ഇടുക, ഉള്ളി ഇടുക, ക്യാപ്സിക്കം. ഇനി ഇതിൽ ഉപ്പ് ചേർക്കും. ഉപ്പ് ഞാൻ ചേർക്കുന്നത് റോക്ക് സോൾട്ടാണ് കേട്ടോ. അതിപ്പോൾ ഏത് സോൾട്ട് ചേർത്താലും കുഴപ്പമില്ല, ഏതായാലും പിന്നെ കുറച്ച് റോക്ക് സോൾട്ട് ഇട്ടു, അധികം ഇടല്ല. പിന്നെ ജീരകപ്പൊടി, കുറച്ച് ജീരകപ്പൊടി ഇട്ടു. ജീരകം പൊടിച്ച് വെച്ചതാണ് ഇട്ടു. ഇത്തിരി ചാട്ട് മസാല ഇല്ലെങ്കിൽ ചാട്ട് മസാല ഇടാം, ചാട്ട് മസാല ഇല്ലെങ്കിൽ ചാട്ട് മസാല ഇട്ടാൽ ഇതിന് സ്വാദ് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു മണം ഉണ്ടാവും. ഈ സലാഡ് തന്നെ ചാട്ട് മസാല ഇട്ടാൽ നല്ലതാണ്. എല്ലാ സലാഡിലും ചാട്ട് മസാല ഇടാം. മക്കാന ഇടും. കണ്ടോ, ക്രിസ്പായിട്ടുള്ള മക്കാന ഇടണം. നെയ്യിൽ ഫ്രൈ ചെയ്ത മക്കാന ഇടാം. നെയ്യിൽ ഒരു ലേശം ഉപ്പിട്ടിട്ട് മക്കാന ഫ്രൈ ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം, വളരെ നല്ലതാണ്. ചൂട് കാലത്തിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല വിശപ്പ് കുറയ്ക്കാനും നല്ലതാണ്. രാത്രിയിൽ ഒരു നേരത്തെ ഭക്ഷണം പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിച്ചാൽ നല്ലതാണ്.
ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലത്. ആഴ്ച തയ്യാറായി നല്ല സ്വാദാണ്. നോക്കിക്കോളൂ, ഇതാ ഞാൻ ഇതിൽ വാങ്ങിയെടുത്ത് ഇതിൽ ഇടാട്ടോ ടീസ്പൂണിട്ട് കഴിച്ചു നോക്കാൻ. ഇത് ഒരു നേരത്തെ ആഹാരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ചൂടുകാലത്തൊക്കെ പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലതാണ്. കടിക്കണ ശബ്ദം കേട്ടോ, എന്ത് സ്വാദ്! ഏറ്റവും ബെസ്റ്റ് കേട്ടോ, ഏറ്റവും നല്ലത്. കഴിച്ചാലും മതി വരാത്ത ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. വളരെ ഹെൽത്തിയാണ്. എല്ലാവരും പരീക്ഷിക്കുക, എല്ലാവരും ചെയ്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഒരാളും സബ്സ്ക്രൈബ് ചെയ്യില്ല കേട്ടോ, ആരും ലൈക്കും ചെയ്യില്ല.